പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹ വന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ കർത്താവ് നമുക്ക് ഒരു ദിവസം കൂടി ദാനമായി തന്നു. ദൈവസഭയിലായിരിക്കുവാനും ദൈവദിനം കേൾക്കുവാനും നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ എത്ര ശ്രേഷ്ഠമാണ്. ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുള്ളതെല്ലാം ഇന്ന് തൻ്റെ വചനത്തിലൂടെ നമുക്ക് കേൾക്കാനിടയാകുന്നു എന്നുള്ളത് എത്ര ഭാഗ്യകരമാണ്. നമ്മൾ വചനം കേൾക്കുമ്പോൾ നമ്മൾ ദൈവത്തെ കേൾക്കുന്നു എന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യം അനേക വിശുദ്ധന്മാരും ശരിയാവണ്ണം തിരിച്ചറിയുന്നില്ല. എന്നാൽ നമുക്ക് ആ തിരിച്ചറിവ് വേണം. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ. നമുക്ക് ഇന്നും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷയത്തിൽ നമ്മളെ തേടി വരുന്ന നമ്മുടെ ദൈവം ഏദൻ തോട്ടത്തിലേക്ക് തെറ്റ് ചെയ്ത് പാപം ചെയ്ത് ദൈവത്തെ നഷ്ടപ്പെട്ടവരായി നഗ്നനെന്നുള്ള അറിവ് ലഭിച്ച് ദൈവം നടക്കുന്ന ഒച്ച കേട്ടപ്പോൾ ഓടി അകന്ന ആദാവിനെയും ഹവ്വയെയും തേടി വന്ന ആ ദൈവത്തെ നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ വീണ്ടും നമ്മൾ പുതിയ നിയമത്തിൽ നിന്നും ഒരു സക്കായിയെ തേടി വന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി. ഇന്നലെ നമ്മൾ മോശയെ തേടി വന്ന ദൈവത്തെക്കുറിച്ച് കാണുകയുണ്ടായി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇസ്രായേൽ മക്കൾ ഏത് സമയത്തും ദൈവത്തെ മറന്ന് പോകുമ്പോൾ ദൈവം അവരെ ശത്രു രാജ്യങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ ഇസ്രായേൽ തെറ്റ് ചെയ്ത് മിദ്യാന്യരുടെ കീഴിൽ അവർക്ക് അടിമയായി തീർന്ന ഒരു അവസ്ഥയുണ്ടായി. നമ്മളത് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഇസ്രായേൽമാർക്ക് പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 7 സംവത്സരം മിദ്യാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അപ്പം ഇവർക്കൊരു പതിവ് ഇതുപോലെയാണ്. കുറച്ച് നാൾ നന്നായിരിക്കുമ്പോൾ വീണ്ടും അവർ ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന പാവ സ്വഭാവങ്ങളിലേക്കും പോകും. അപ്പോൾ അവരെ ശത്രുക്കളെ ദൈവം ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ ഏൽപ്പിച്ച് ശത്രുക്കളാൽ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ അവർ നിലവിളിക്കും. അതേ ന്യായാധിപന്മാർ 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അപ്പോൾ ഏറ്റവും ക്ഷയിക്കുന്ന അവസ്ഥയിൽ അവർ ദൈവത്തോട് നിലവിളിക്കും. അപ്പം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, അങ്ങനെ നിലവിളിക്കുമ്പോൾ ദൈവം ഒരു രക്ഷകനെ എഴുന്നേൽപ്പിക്കും. അങ്ങനെ എഴുന്നേൽപ്പിച്ച ന്യായാധിപന്മാരിൽ ഒരു ന്യായാധിപനാണ് ഗിദെയോൻ. നമ്മളിന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നത് ഗിദെയോനെ കുറിച്ച്. അപ്പോൾ ഈ ഗിദെയോൻ നമ്മൾ വായിക്കുമ്പോൾ നമ്മളതിൻ്റെ ന്യായാധിപന്മാർ 6-ാം അധ്യായം അതിൻ്റെ 11 മുതൽ വായിക്കുമ്പോൾ, അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബീയേസെരനായ യോവാശിൻ്റെ കരുവേലകത്തിന് കീഴിലിരുന്നു. അവൻ്റെ മകനായ ഗിദെയോൻ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനടുത്ത് വെച്ച് മെതിക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെയും ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രയീമിൽ നിന്നും കൊണ്ടുവന്ന എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവൻ്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്നും രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഗിദെയോൻ്റെ തിരഞ്ഞെടുപ്പാണ്. ഗിദെയോനെ ദൈവം ഇസ്രായേലിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഗിദെയോൻ്റെ ഒരു നല്ല മനോഭാവമാണ്. ഒന്നാമത്തെ കാര്യം, ഗിദെയോൻ ഗോതമ്പ് ശത്രുക്കളുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന്
മുന്തിരിച്ചക്കിൻ്റെ അടുക്കൽ വെച്ച് മെതിച്ചു എന്നുള്ളത് തന്നെ ഗിദെയോൻ്റെ ബുദ്ധി കൂർമ്മതയാണ്. കാരണം ആ സമയത്ത് ആരും മുന്തിരിച്ചക്കിലേക്ക് ശ്രദ്ധിക്കുകയില്ല. അപ്പോൾ ആ ശത്രുവിൻ്റെ ശ്രദ്ധ ഉണ്ടാകാത്ത ഒരു സ്ഥലത്ത് വെച്ച് ഗിദെയോൻ മെതിച്ച് തൻ്റെ കൃഷിഫലത്തെ തൻ്റെ ഭണ്ഡാരത്തിൽ ചേർത്തു എന്നുള്ളത് ഗിദെയോൻ്റെ ഒരു വലിയ ബുദ്ധിവൈഭവം തന്നെയാണ്. അത് ദൈവം കൊടുത്ത ബുദ്ധിയാണ്. അതുകൊണ്ടാണ് അവരെ പരാക്രമശാലിയെ എന്ന് അവിടെ ദൈവം വിളിക്കുവാനായിട്ട് ഇടയായത്. നമ്മൾ ചിന്തിക്കേണ്ട നമ്മുടെ ഓരോ പ്രവൃത്തികളും കർത്താവ് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം? നമ്മൾ ചെന്നായ്ക്കളുടെ മുമ്പിൽ കുഞ്ഞാടാണെന്ന് കർത്താവ് പറഞ്ഞു. എന്നാൽ നമ്മൾ പാമ്പുകളെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കണമെന്ന് കർത്താവിൻ്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ കർത്താവ് മത്തായി 10:16 പറയുകയുണ്ടായി. ശ്രദ്ധിക്കണം, നമ്മൾ വളരെ വിവേകത്തോടെ പരിജ്ഞാനത്തോടെ ശത്രുവിൻ്റെ ഒരിക്കലും നോട്ടത്തിൽ പെടാതെ നമ്മെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. ഇവിടെ ദൈവം ഗിദെയോനെ ഇസ്രായേലിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വിളിക്കുമ്പോൾ ഗിദെയോൻ പറയുന്ന ആ ഒരു കാര്യം വളരെ അനുകരിക്കപ്പെട്ടൊരു കാര്യമാണ്. ഗിദെയോനോടെ പറയുന്നത് 6-ാം അധ്യായം 15-ാം വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ വായിക്കുന്നത്, അവൻ യഹോവയോട്, അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശെയിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു. ഇതാ യഥാർത്ഥത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാനുള്ള ഏറ്റവും നല്ലൊരു വഴി. എന്തായിരിക്കണം? നമ്മളെപ്പോഴും നമ്മളെ തന്നെ ചെറിയവരായി കാണുക. ഇന്ന് ആൾക്കാർക്ക് അഹങ്കാരമാണ്, നിഗളമാണ്. എന്നാൽ ദൈവം നിഗളിലോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. ഇവിടെ ഗിദെയോൻ്റെ ആ താഴ്മ മനോഭാവം എത്ര നല്ലതാണെന്ന് നോക്കി. എല്ലാ ദൈവമക്കളിലും കാണപ്പെടേണ്ട ഒരു ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഗുണവിശേഷമാണ് താഴ്മ. ഇവിടെ ഗിദെയോന് ഈ വിളിയൊക്കെ ഉണ്ടായപ്പോൾ അവിടെ സന്തോഷിച്ച് ആ സന്തോഷത്തിൽ നിഗളം കടന്നുകൂടാമായിരുന്നു. എന്നാൽ അവനവൻ്റെ ഉള്ള അവസ്ഥ പറഞ്ഞ് തന്നെ വീണ്ടും താഴ്ത്തുകയാണ്. നമുക്കറിയാം, ഒന്നാമത്തെ രാജാവായി തിരഞ്ഞെടുക്കപ്പെട്ട ശൗലിനെ തിരഞ്ഞെടുക്കുമ്പോൾ ശൗലിൻ്റെ മനോഭാവം എന്തായിരുന്നു എന്നറിയാമോ? ശൗലിൻ്റെ മനോഭാവം വളരെ ശ്രദ്ധേയമാണ്. നമ്മൾ 1 ശമൂവേൽ 9-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യം വായിക്കുമ്പോൾ 3 ദിവസം മുമ്പേ, എന്നാൽ ഇസ്രായേലിൻ്റെ ആഗ്രഹമൊക്കെയും ആരുടെ മേൽ? അതിൻ്റെ 1 ശമൂവേൽ 9-ന്റെ 20-ാം അധ്യായത്തിൻ്റെ ബി പാർട്ട്, 20-ാം വാക്യത്തിൻ്റെ ബി പാർട്ട്. എന്നാൽ ഇസ്രായേലിൻ്റെ ആഗ്രഹമൊക്കെയും ആരുടെ മേൽ? നിന്റെ മേലും നിന്റെ സർവ്വ പിതൃഭവനത്തിന്മേലും അല്ലയോ എന്ന് പറഞ്ഞു. അതിന് ശൗൽ, ഞാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറുതായ ബെന്യാമീൻ ഗോത്രത്തിലുള്ളവനും എൻ്റെ കുടുംബം ബെന്യാമീൻ ഗോത്രത്തിലെ സകല കുടുംബങ്ങളിൽ വെച്ച് ഏറ്റവും ചെറിയതുമായിരിക്കെ നീ ഇങ്ങനെ എന്നോട് പറയുന്നത് എന്ത് എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ശമൂവേല് ശൗലിനോട് പറഞ്ഞപ്പോൾ ശൗലിൻ്റെ മനോഭാവം നമുക്കിവിടെ കാണാൻ കഴിയുന്നു. എത്ര നല്ല മനോഭാവമായിരുന്നു അല്ലേ? ശൗല് തന്നെ ചെറിയവനായി കണ്ടു, അവൻ അഹങ്കരിച്ചില്ല. എന്നാൽ പിന്നീടുള്ള തൻ്റെ ജീവിതത്തിൽ താൻ രാജാവായി കഴിഞ്ഞപ്പോൾ, ഈ നിയോഗമൊക്കെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ താൻ ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ദൈവത്തിന് മറ്റൊരുവനെ തിരഞ്ഞെടുക്കേണ്ടി വന്നു. ചരിത്രം നിങ്ങൾക്കറിയാം, ഞാൻ അത്രയും വിശാലമായി പോകുന്നില്ല. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിന് നമുക്ക് ലഭിച്ച ഈ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ അറിയണം അല്ലേ? നമ്മൾ 1 കൊരിന്ത്യർ അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 26 മുതൽ 29 വരെ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് എന്തുവാ? 1 കൊരിന്ത്യൻ ചാപ്റ്റർ 1 വേഴ്സ് 26 to 29. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ രചിപ്പാൻ ദൈവം ലോകത്തിൽ
ഭോഷത്വമായി തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. അപ്പോൾ ആരെങ്കിലും ദൈവത്തിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊരിക്കലും സ്വയം പ്രശംസയ്ക്ക് യാതൊരു കാരണവുമില്ല. നമ്മുടെ 5 അധപ്പതിച്ച അവസ്ഥയെക്കുറിച്ച് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുക. നമ്മൾ ആരായിരുന്നു? നമ്മൾ പോഷന്മാരായിരുന്നു, നമ്മൾ ബലഹീനരായിരുന്നു, നമ്മൾ കുലഹീനരായിരുന്നു, നമ്മൾ നികൃഷ്ടരായിരുന്നു, നമ്മൾ ഏതുമില്ലാത്തവരായിരുന്നു. കണ്ടോ, നമ്മുടെ 5 വീഴ്ച ഫലങ്ങളെക്കുറിച്ച് കാണാൻ കഴിയും. ചിന്തിക്കുക ദൈവമക്കളെ. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ കൃപയാൽ മാത്രം ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നുള്ള ബോധ്യം നമ്മളെ ഭരിക്കണം. അങ്ങനെ ഒരു കൃപ ലഭിച്ച പൗലോസ്ലീഹ തൻ്റെ ജീവിതത്തിൽ തന്നെ എണ്ണിയതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എങ്ങനെയാണ് താൻ കണ്ടത് എന്ന് പറയുന്ന ഒരു ഭാഗം ഫിലിപ്പി ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഫിലിപ്പി ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 3 പ്രാവശ്യം താൻ ആ കാര്യം എടുത്തു പറയുന്നുണ്ട്. 3-ാം അധ്യായം 7-ാം വാക്യം, എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. നോക്കുക, അവനെ തന്നെ താൻ മനസ്സിലാക്കുന്നത് ഈ ലോകത്തിൻ്റെ കാര്യങ്ങളെല്ലാം ചപ്പന്നും ചവർന്നും എണ്ണുവാൻ തനിക്ക് കഴിഞ്ഞു. തനിക്ക് ലഭിച്ച ഈ രക്ഷയുടെ സന്തോഷത്തിൽ. വീണ്ടും അതിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. വീണ്ടും താൻ എണ്ണുകയാണ്. അത് ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം എന്നാണ് അവിടെ വായിക്കുന്നത്. വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 11-ാം വാക്യത്തിൻ്റെ അവസാനം വായിക്കുന്നത് എല്ലാം ഉപേക്ഷിച്ച് ചവർ എന്ന് എണ്ണുന്നു. നോക്കുക, ചവർ എന്ന് എണ്ണുന്നു. എല്ലാം ഉപേക്ഷിച്ച് ചവർ എന്ന് എണ്ണുന്നു. അതിൻ്റെ 11-ാം വാക്യത്തിൻ്റെ അവസാനം. അപ്പോൾ ഈ ലോകത്തിലെ കാര്യങ്ങളെല്ലാം ചവറെന്നെണ്ണുവാൻ, ചപ്പെന്നെണ്ണുവാൻ, നിസാരമെന്നെണ്ണുവാൻ പൗലോസിലേക്ക് കഴിഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വലിയ കൃപ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൗത്യം, അത് നാം ഏത് വണ്ണം നിവർത്തിക്കുന്നു. ചിലർ 10 ട്രാക്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലവർ നിഗളിക്കും. നോക്കണം, നിങ്ങളും പെട്ടെന്ന് അവരിൽ വന്നു കയറും. എന്നാൽ നമ്മുടെ മനോഭാവം എപ്പോഴും എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് തിരുവചനം പറയുന്നത്. ലൂക്കോസ് 17-ാം അധ്യായം 10-ാം വാക്യം, ലൂക്ക് ചാപ്റ്റർ 17:10. അവൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറയുവിൻ. ഉണ്ടോ? നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണം? എത്ര വലിയൊരു കാര്യമല്ലേ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഗിദെയോന്റെ മനോഭാവം, താൻ ചെറിയവനാണെന്നുള്ള മനോഭാവം. അങ്ങനെയുള്ളവരെ ഉയർത്തുവാൻ ദൈവത്തിന് പ്രയാസമില്ല. ദൈവം തന്നോട് തന്നെ അയക്കുന്നു. തൻ്റെ നിയോഗം ലഭിച്ച ശേഷം ഗിദെയോൻ മറ്റുള്ളവരെ ശത്രുക്കളോട് നേരിടുവാനായിട്ട് ഒരുക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈ 6-ാം അധ്യായത്തിൽ വിശദമായിട്ട് കാണാൻ കഴിയും. അപ്പോൾ യഹോവയുടെ ആത്മാവ് ഗിദെയോന്മേൽ വന്നു എന്ന് പറഞ്ഞാൽ, ശത്രുക്കൾ മിദ്യാന്യരും അമാലേക്യരും കിഴക്ക് ദേശക്കാർ എല്ലാവരും ഒരുമിച്ച് കൂടി അവർ ഇസ്രായേലിനെതിരെ പാളയമിറങ്ങിയിരിക്കുക. ആ സമയത്ത് ഗിദെയോന്മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വരുന്നു. നമ്മൾ ഇത് 6-ാം അധ്യായം അതിൻ്റെ 33 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഉടനെ തന്നെ അവൻ കാഹളമൂതി അബിയേസരെ തൻ്റെ അടുക്കൽ വിളിച്ചു കൂട്ടി. പിന്നെ മനേശയിൽ നിന്നും മനേശയിലേക്ക് ദൂതന്മാരെ അയച്ചു. അശേരിൽ നിന്നും സെബുലൂൻ പ്രദേശങ്ങളിൽ നിന്നും നഫ്താലിയുടെ അടുക്കൽ നിന്നുമൊക്കെ
ദൂതന്മാരെ അയച്ച് അവിടെ നിന്നൊക്കെ ഒരു വലിയ കൂട്ടം ജനത്തെ താൻ ഒരുമിച്ച് കൂട്ടുന്നത് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ കൂടി വരുമ്പോൾ അവൻ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. എന്നാൽ അവിടെ ദൈവം ഗിദെയോനോട് പറയുന്ന ഒരു കാര്യമാണ് ശ്രദ്ധേയം. 7-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യം. യഹോവ ഗിദെയോനോട്, നിന്നോട് കൂടെയുള്ള ജനം അധികമാകുന്നു, എൻ്റെ കൈ എന്നെ രക്ഷിച്ചു എന്ന് ഇസ്രയേൽ എൻ്റെ നേരെ വമ്പ് പറയാതിരിക്കേണ്ടതിന് ഞാൻ മിദ്യാന്യരെ ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കയില്ല. ആകയാൽ നീ ചെന്ന് ആർക്കെങ്കിലും ഭയവും ഭീരുതയും ഉണ്ടെങ്കിൽ അവൻ ഗിലെയാദ് പർവ്വതത്തിൽ നിന്നും മടങ്ങിപ്പോകട്ടെ എന്ന് ജനത്തിൽ പ്രസിദ്ധപ്പെടുത്തുക എന്ന് കൽപ്പിച്ചു. എന്നാൽ ജനത്തിൽ 22,000 പേർ മടങ്ങിപ്പോയി, 10,000 പേർ ശിക്ഷിച്ചു. നോക്കണേ, അപ്പോൾ കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും. 30,000 പേര് ഒരുമിച്ച് കൂടി. ഇവിടെ ശത്രുപാളയത്തിൽ എണ്ണിത്തീരാത്ത നിലയിൽ സൈന്യം വന്നിരിക്കുക. എന്നിട്ടും ദൈവം ഗിദെയോനോട് പറയുകയാണ്, നീ ഇത്രയും വലിയൊരു കൂട്ടമായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ നാളെ ഞങ്ങളുടെ സൈന്യ ബലം കൊണ്ട് ഞങ്ങൾ ജയിച്ചു, ശത്രുക്കളെ ജയിച്ചു എന്ന് പറയാനിടയാവും. അങ്ങനെ വരരുത്. അതുകൊണ്ട് നീ പാളയത്തിലെത്തിയിടണം. ഭയവും ഭീരുത്വമുള്ളവർ ഗിലെയാദ് പർവ്വതത്തിൽ നിന്ന് മടങ്ങിപ്പോക്കോ, വീട്ടിൽ പൊക്കോ എന്ന് പറയുവാനായിട്ട് പറഞ്ഞു. നോക്കുക പ്രിയമുള്ളവരെ, യുദ്ധക്കളത്തിലാണ്. യുദ്ധക്കളത്തിൽ പോകുന്നവർ ഭയരഹിതരായിരിക്കണം. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഭീരുക്കൾ യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ യുദ്ധത്തിന് കൊണ്ടുപോകരുതെന്ന് തന്നെയാണ് വ്യവസ്ഥ. നമ്മൾ ആവർത്തന പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ ഭീരുക്കളുമായി പോയി കഴിഞ്ഞാൽ യുദ്ധം കാണുമ്പോൾ ഈ ഭീരുക്കൾ തിരിഞ്ഞോടും. അപ്പോൾ ധൈര്യമുള്ളവർക്കും ധൈര്യക്ഷയം അതുകൊണ്ട് ഭീരുക്കളെ കൊണ്ടുപോകരുത് എന്ന് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. വിശ്വാസ ജീവിതത്തിലും അനേക ഭീരുക്കളെ നമുക്ക് കാണാൻ പറ്റും. അവർ ഒരിക്കലും മറ്റുള്ളവരുടെ സുവിശേഷം പറയുകയോ ഈ രണാങ്കണത്തിൽ ഏർപ്പെടുകയോ ചെയ്യാറില്ല. അവർ ഭീരുക്കളാണ്. അങ്ങനെ ഒരു ആത്മാവാണ് നമ്മളെ ഭരിക്കുന്നതെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, അവർ രക്ഷിക്കപ്പെട്ടവരേ അല്ല. പ്രിയമുള്ളവരെ, ഓരോ രക്ഷിക്കപ്പെട്ട ദൈവവൈദ്യരും സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ കടപ്പെട്ടവരാണ്. നമ്മളെ ചെയ്യുന്നില്ല എങ്കിൽ നിശ്ചയമായും അവരെ ഒരു ഭീരുത്വത്തിൻ്റെ ആത്മാവ് ഭരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, നരകത്തിലേക്ക് പോകുന്നവരിൽ ഏറ്റവും ആദ്യം നിൽക്കുന്നത് ഭീരുക്കളാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകം 21-8 വായിക്കുന്നുണ്ട്. ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കുലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ, ഘോഷ പറയുന്ന ഏവർക്കുള്ള ഓഹരി, ഗന്ധകം കത്തുന്ന തീപ്പൊയ്ക. ഇത് 2-ാം മരണമെന്ന നോക്കണം. അപ്പോൾ ഒരിക്കലും നാം ഭീരുക്കളാകാൻ പാടില്ല. മാത്രമല്ല, രക്ഷിക്കപ്പെട്ട നമുക്ക് ദൈവം തന്നിരിക്കുന്നത് 2 തിമോത്തി 1:7 വായിക്കുന്നുണ്ട്. 2 തിമോത്തി 1:7. നാം ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, നമ്മൾ എങ്ങനെയുള്ള ആത്മാവിനെ പ്രാപിച്ചിരിക്കുന്നത്? അവിടെ നമ്മൾ വായിക്കുന്നത് 2 തിമോത്തി അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം ഞാൻ വായിക്കാം. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. അപ്പോൾ നാം പ്രാപിച്ചിരിക്കുന്ന ആത്മാവ് പ്രിയമുള്ളവരെ ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല. മാത്രമല്ല, ഈ ജീവിതയാത്രയിൽ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ഒരിക്കൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ കൂടെ ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ, വെള്ളത്തിൽ യാത്ര ചെയ്യുമ്പോൾ വലിയ കാറ്റും കോളുമൊക്കെ ഉണ്ടായി. ശിഷ്യന്മാർ ഭയപ്പെട്ടു. അവർ കർത്താവിനെ ഉണർത്തി. അവിടെ കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. പിന്നെ നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത്? മത്തായി 8:26, മാത്യു 8:26. നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത്? കർത്താവുള്ള ജീവിത പടക് ഒരു കാരണവശാലും പ്രതികൂലത്തിൽ ആടി ഒലിഞ്ഞ് നശിക്കുകയില്ല. ദൈവമക്കളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ആത്മാവ് യഥാർത്ഥത്തിൽ പുത്രത്വത്തിൻ്റെ ആത്മാവാണോ? അങ്ങനെയെങ്കിൽ അത് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല. നമ്മൾ സദൃശ്യവാക്യം 28:1 അതിൻ്റെ ബി പാർട്ടിൽ, Proverbs chapter 28 verse 1 उसका बी पार्ट में
അവിടെ വായിക്കുന്നത് നീതിമാന്മാർ ബാലസിംഹം പോലെ നിർഭയരായിരിക്കും. നീതിമാന്മാർ ബാലസിംഹം പോലെ നിർഭയരായിരിക്കും. അപ്പം ഇവിടെ പിന്നെ ഗിദെയോൻ വീണ്ടും ഈ 10,000 മുമ്പോട്ട് പോയപ്പോൾ ദൈവം പറഞ്ഞു, ഗിദെയോനെ, ഇവിടെയും ജനം കൂടുതലാണ്. അവരെ വെള്ളത്തിനടുക്കിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ വെച്ച് ഞാൻ ചോദന ചെയ്തിട്ട് ഞാൻ തരുന്നവരെ നീ കൊണ്ടുപോയാൽ മതി. നോക്കുക, നമ്മൾ വീണ്ടും യഹോവ അതിൻ്റെ ന്യായാധിപന്മാർ 7-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. യഹോവ പിന്നെയും ഗിദെയോനോട്, ജനം ഇനിയും അധികമാകുന്നു, അവരെ വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോകുക. അവിടെ വെച്ച് ഞാൻ അവരെ പരിശോധിച്ച് ഇവൻ നിന്നോടുകൂടെ പോരട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരട്ടെ, ഇവൻ നിന്നോടുകൂടെ പോരേണ്ട എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരേണ്ട എന്ന് കൽപ്പിച്ചു. നോക്കുക, അവസാനം നമ്മൾ വായിക്കുന്നത്, ഈ വെള്ളത്തിൻ്റെ അടുക്കൽ വന്ന് കൈ വായിക്ക് വെച്ച് നക്കി കുടിച്ചവർ ആകെ 300 പേരായിരുന്നു. ഈ 300 പേരെയാണ് ദൈവം ഗിദെയോനോട് കൂടി യുദ്ധത്തിന് പോകാനായിട്ട് അനുവദിച്ചത്. ചിന്തിക്കുക ദൈവമക്കളെ, ഈ യുദ്ധത്തിൽ ഗിദെയോന് വാസ്തവത്തിൽ യുദ്ധം ചെയ്യേണ്ടിയിരുന്നില്ല. ദൈവം പറയുന്നത് അനുസരിച്ചാൽ മാത്രം മതിയായിരുന്നു. അതാ ഗിദെയോൻ ചെയ്തത്. എത്ര അത്ഭുതകരമാണ്! ദൈവമാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. നമ്മൾ യുദ്ധം ചെയ്തത് ജയിക്കുകയല്ല. അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അനുഭവമാക്കിയ പാഠങ്ങളാണ്. ചിന്തിക്കണേ, ഇവിടെ ഗിദെയോൻ പോകുന്നു. ഗിദെയോൻ പറഞ്ഞു, ഈ 300 പേരോട് പറഞ്ഞു. അതിൻ്റെ 17-ാം വാക്യം, 7-ാം അധ്യായം ന്യായാധിപന്മാർ ജഡ്ജസ് 7:17, ഞാൻ ചെയ്യുന്നത് നോക്കി അതുപോലെ ചെയ്യുവിൻ. പാളയത്തിൻ്റെ അറ്റത്ത് എത്തുമ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്യുവിൻ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഇവർ എന്ത് ചെയ്തു? ഇവർ ആ പാളയത്തിനടുത്ത് എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ 20-ാം വാക്യം, 3 കൂട്ടവും കാളമൂതി കുടങ്ങൾ ഉടച്ചു, ഇടത്ത് കയ്യിൽ പന്തവും വലത്ത് കയ്യിൽ ഊതുവാൻ കാഹളവും പിടിച്ചു, യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി വാൾ എന്ന് ആർത്തു. നോക്കുക, അവരവരുടെ ആ നിലയിൽ തന്നെ നിന്നുകൊണ്ട് കുടമുടച്ചു. അവരാ നിന്നിടത്ത് തന്നെ നിന്നു. ഇവിടെ എന്ത് സംഭവിച്ചു? ഈ കൂടി വന്നവർ തന്നെ പിന്നെ ഓരോരുത്തൻ, അതിൻ്റെ 22-ാം വാക്യം, ഓരോരുത്തൻ്റെ വാൾ താൻ്റെ കൂട്ടുകാരൻ്റെ നേരെ തിരിച്ചു. നോക്കുക, എത്ര അത്ഭുതം! ഗിദെയോൻ വളരെ അനീരഹിതമായ നിലയിൽ ആ യുദ്ധം ജയിച്ചു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ ഗിദെയോനോട് പറയുന്നൊരു കാര്യമുണ്ട്. അത് വളരെ മഹത്വപൂർണ്ണമായ കാര്യമാണ്. അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം, ന്യായം 8 അധ്യായ 22. അപ്പോൾ അനന്തരം ഇസ്രായേലിയർ ഗിദെയോനോട്, നീ ഞങ്ങളെ മിദ്യാൻ്റെ കയ്യിൽ നിന്നും രക്ഷിച്ചിരിക്കൊണ്ട് ഞങ്ങൾക്ക് രാജാവായിരിക്കണം, അങ്ങനെ തന്നെ നിന്റെ മകനും മകൻ്റെ മകനും എന്ന് പറഞ്ഞു. ഗിദെയോൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് രാജാവാകയില്ല, എൻ്റെ മകനും ആകയില്ല, യഹോവയത്രേ നിങ്ങളെ രാജാവ് എന്ന് പറഞ്ഞു. നോക്കുക, എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല സാക്ഷ്യമാണ്. ഇന്ന് ആൾക്കാർ പദവികൾ പ്രാപിക്കുവാൻ, സ്ഥാനമാനങ്ങൾ പ്രാപിക്കുവാനായിട്ട് യുദ്ധമാണ്. അതിന് ഒരുവൻ മറ്റൊരുവനെ താറടിക്കുക. എന്നാൽ ഇവിടെ നല്ലൊരു അവസരം കൈവന്നിട്ടും ഇല്ല, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു ഗിദെയോനെ നമുക്ക് കാണാൻ കഴിയും. ദൈവമക്കളെ, ഇത് വളരെ വിലപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, ഇസ്രായേൽ ജനം ശമൂവേലിനോട് പോയി ഞങ്ങൾക്കൊരു രാജാവിനെ വാഴിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ ശമൂവേലിന് ദുഃഖമുണ്ടായി. അപ്പോൾ ദൈവം പറഞ്ഞു, അവർ എന്ത് ചെയ്യുകയാണ്? നമ്മൾ 1 ശമൂവേൽ 8-ാം അധ്യായം ഞാനത് വായിക്കാം. 1 ശമൂവേൽ അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യം ഞാൻ വായിക്കാം. നീ വൃദ്ധനായിരിക്കുന്നു, നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ നടക്കുന്നില്ല. ആകയാൽ സകല ജാതികൾക്കുമുള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്ക് ഒരു രാജാവിനെ നിയമിച്ചു തരണമെന്ന് പറഞ്ഞു.
ഞങ്ങളെ ഭരിക്കേണ്ടതിന് രാജാവിനെ തരണമെന്ന് അവർ പറഞ്ഞ കാര്യം ശമൂവേലിന് അനിഷ്ടമായി. ശമൂവേൽ യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തതെന്തെന്നാൽ, ജനം നിന്നോട് പറയുന്ന സകലത്തിലും അവരുടെ അപേക്ഷ കേൾക്കാം. അവർ നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെയാകുന്നു ത്യജിച്ചിരിക്കുന്നത്. ഓ, എത്ര ദുഃഖകരമല്ലേ! ഇസ്രായേൽ ജനം രാജാവിനെ ആവശ്യപ്പെട്ടപ്പോൾ ദൈവം പറയുന്നത്, ശമൂവേലേ, അവർ നിന്നെയല്ല, അവർ എന്നെയാണ് ത്യജിച്ചിരിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, അനേകർക്കും ഇങ്ങനെയുള്ള സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള വെമ്പല. അതിലൂടെ എല്ലാം വാസ്തവത്തിൽ എന്ത് ചെയ്യുക പ്രിയമുള്ളവരെ? അവർ കർത്താവിനെ ത്യജിക്കുക. നീളത്തിൻ്റെ ആത്മാവാണ് പദവികൾക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള. അപ്പോൾ ഗിദെയോൻ നമുക്ക് നല്ലൊരു മാതൃകയാണ്. ദൈവത്തെ തൻ്റെ രാജാവായി കണ്ടുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു നല്ല ഗിദെയോൻ. അതാ ദൈവമക്കളെ എനിക്ക് ഇന്നത്തെ സന്ദേശത്തിൽ പറയാനുള്ളത്. നമുക്കെല്ലാമായിട്ട് നമ്മുടെ കർത്താവ് മാത്രമേ ആകാവൂ. കർത്താവിൽ നമുക്കെല്ലാമുണ്ട്. ഈ കർത്താവിന് മാത്രമായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാമായി കാണേണ്ടത്. മറ്റൊരു രീതിയിൽ നമ്മൾ മനുഷ്യരെ പ്രസാദിപ്പിക്കാനോ മനുഷ്യൻ്റെ ഒരു അടിമയായി തീരാനോ നമ്മൾ പോകുന്നെങ്കിൽ, അല്ല ലോകപ്രകാരമുള്ള അങ്ങനെയൊരു നേതാവിൻ്റെ നേതൃത്വത്തിലേക്ക് നമ്മൾ വീഴുന്നുവെങ്കിൽ ദൈവത്തിന് എന്ത് ദുഃഖമായിരിക്കും. എല്ലാ സഭകളും സ്വതന്ത്രമാണ്. കർത്താവ് മാത്രമാണ് ആ സഭകളുടെ നാഥൻ. കർത്താവ് മാത്രമായിരിക്കണം നമുക്കെല്ലായിട്ടിലും എല്ലാം. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ ഒരു സഭ കൂടിയവരാണോ നമുക്കുള്ളത് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ആ നിലയിലൊരു ദൈവഹിതപ്രകാരമുള്ള, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന, ദൈവത്തെ മാത്രം നമ്മുടെ നാഥനും നമ്മുടെ ഉടയവനും നമ്മുടെ രാജാവും നമ്മുടെ എല്ലാമായി കാണുന്ന ഒരനുഭവം നമുക്കുണ്ടായിരിക്കട്ടെ. നമുക്ക് നമ്മളെ തന്നെ ഒരിക്കൽ ഒന്ന് ശോധന ചെയ്യാം. ഈ ഗിദെയോൻ്റെ മനോഭാവം, ഞാൻ ഏതുമില്ല, ഒന്നുമില്ല, ചെറിയവൻ എന്നുള്ള മനോഭാവം എപ്പോഴും നമ്മളെ ഭരിക്കാനിടയാകട്ടെ. അങ്ങനെയുള്ളവരെ ഉയർത്തുവാൻ കർത്താവിന് യാതൊരു വിഷവുമില്ല. നാം എണ്ണേണ്ടും പോലെ എണ്ണുവാൻ പൗലോസിനെ പോലെ നമുക്കിടയാകട്ടെ. അങ്ങനെ ധന്യമായൊരു ജീവിതം നയിക്കുവാൻ കർത്താവ് വചനങ്ങൾ കേൾവിക്കാരെ എല്ലാവർക്കും സഹായിക്കട്ടെ. കർത്താവിന് മാത്രം ഉണ്ടാകട്ടെ. ആമേൻ.